Guys, welcome back to another vlog. ഇന്ന് ആണോ? താങ്ക് യു. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. ഭയങ്കര സന്തോഷം, ഭയങ്കര തണുപ്പ് ഗൈസ്. അയ്യോ തണുപ്പിച്ച് വയ്യ. അതെ, ഒരു സർപ്രൈസാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഞങ്ങൾ എങ്ങോട്ട് പോവാന്ന്. എങ്ങോട്ട് പോകാമെന്ന് പറയാമല്ലേ, എങ്ങോട്ട് പോകാമെന്ന് പറയാം, പക്ഷെ എന്തിനു പോകുന്നതെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പോകുന്നത് കരുനാഗപ്പള്ളിയിലാണ്. അപ്പം രാവിലെ ഇപ്പോൾ സമയം എത്ര അടി പെയ്തു? സമയം ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 6:40. യെസ്, 6:40. ഗൈസ് നിങ്ങൾക്ക് അറിയാലോ, ഇടുക്കിയിലെ കട്ടപ്പനയിലേക്ക് തണുപ്പൊക്കെ അറിയാലോ. അപ്പോൾ കണ്ടില്ലേ, ഒരു സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ്. ഇവിടെ അടുത്താണല്ലോ ബസ് സ്റ്റാൻഡ്. അപ്പം നമുക്ക് നടന്നു പോകുന്ന അത്രേ ദൂരമേ ഉള്ളൂ. അതെ, ഞങ്ങൾ പോകുന്നത്, അത് വലിയൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്നത് തന്നെ അതായിട്ടാണ്. ഇത്രയും ഞാൻ ബസ്സിലൊക്കെ കയറിയിട്ടില്ല. അങ്ങനെ എനിക്ക് ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ആയിരിക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കൂടെ കാണണം. ഇത് നോക്കൂ, വാവ്. നടന്നിറങ്ങി ടഫ് വരെ എത്തി. ഇവിടെ എല്ലാം മഞ്ഞാണ് ഗൈസ്. പപ്പ ഞങ്ങളുടെ ലഗേജൊക്കെ തൂക്കുന്നത്. ബിക്കോസ് പപ്പ മാത്രമേ ഉള്ളൂ ആണായിട്ടുള്ളൂ. ഒന്നും പപ്പടെ കൊടുത്തു. ഗൈസ് പിന്നെ അമ്മനെ കണ്ട ഗൈസ്, എല്ലാം അമ്മയ്ക്ക് അറിയാമെന്ന രീതിയിലാണ് അമ്മ നടക്കുന്നത്. അതെ, അമ്മയാണ് ലീഡ് ചെയ്യുന്നത്, പപ്പയല്ല ലീഡ് ചെയ്യുന്നത്. എങ്ങോട്ടാണ് പറയുന്നത്? ഇത് കുറച്ച് ലോങ് ആയി പോകുന്നു തോന്നി, ലോങ് വീഡിയോ ആയി മാറുന്നു തോന്നുന്നു അല്ലേ? അതെനിക്ക് മനസ്സിലായി. അതെ, പാവം പുള്ളി എന്തോ അസുഖമുണ്ട്. ഇല്ല ബോഡി എനിക്ക് ഫോൺ വല്ല ഹെഡ്ഫോൺ ഉണ്ടായിരിക്കും, പറയാൻ പറ്റില്ല. പ്രായമുള്ളവർക്ക് പോലെ ഹെഡ്ഫോൺ ഇല്ലേ, ഇപ്പൊ പ്രായമുള്ളവർക്കൊക്കെ ഹെഡ്ഫോൺ ഉണ്ടാവും. കടവൂരും കഴിച്ചിടം തുറക്കുന്ന പോലും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. താഴെ നമ്മൾ നോക്കും, അങ്ങനെ അധികമൊന്നുമില്ല. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഞങ്ങളിതാ ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കോട്ടയം ബസ്സിലാണ് കയറുന്നത്. അവരെന്തോ തിന്നാൻ വാങ്ങിക്കായിരുന്നു. നമുക്കൊന്ന് പോവാം, എന്തൊക്കെയാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നമ്മളിതാ ഈ ബസ്സിനാണ് പോകുന്നത്. 7:25 വണ്ടി എടുക്കുള്ളൂ. ഇപ്പോൾ സമയം എത്രയാ? 7:06. അപ്പോൾ ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട് ഇല്ലേ? പ്ലീസ് അടി, ഒന്ന് ഇരുത്തടി. കഷ്ടമുണ്ടടി വേദ. നീ ഇവിടെ ഇരിക്കണം. ഇല്ല, എനിക്ക് വിൻഡോ സീറ്റ് ഇരിക്കണം. ഇത് പറ്റത്തില്ല. വേദു കഷ്ടമുണ്ടടി വേദു. വേണ്ട, എനിക്ക് എന്നെ കാണണ്ട. ഇഷ്ടത്തെയാണ് കണ്ടില്ലേ. എന്നാലും ഇവിടെ മിണ്ടരുതുള്ള സ്വഭാവം കാരണം അവിടെ കയറിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ബസ്സിൽ പൊന്നുന്ന വരെ ഉള്ളൂ. ഞങ്ങൾ വേറെ ബസ് കയറുമാറാണ് ഞങ്ങളെ കരുനാഗപ്പള്ളി വരെ എത്തുന്നത്. വൈകുന്നേരം എന്നാലും കരുനാഗപ്പള്ളി വരെയാണ് പോകുന്നത്. എല്ലാടി നമ്മളിപ്പം ചങ്ങനാശ്ശേരി എത്തിയിരിക്കുകയാണ്. അമ്മ എന്നോട് കൊണ്ടാട്ടമാണ് പറഞ്ഞത്. അമ്മ എന്നെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞത് അമ്മ കുറച്ച് മുമ്പ് ചങ്ങനാശ്ശേരി അല്ല കൊണ്ടുവന്നാണ് പറഞ്ഞത്. തെറ്റായിരുന്നു പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലായിരുന്നു ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി ഇറങ്ങിയിട്ട് ശരവണവഴി കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ബസ്സിൽ പോകും. അതുകൊണ്ടാണ് കരുനാഗപ്പള്ളി ഞങ്ങൾ എത്തുന്നത്. അങ്ങനെ ആയിരിക്കും. ഞങ്ങളിപ്പം വെജിറ്റേറിയനാണ് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്ന് നെയ് റോസ്റ്റാണ്. ഇതിനും മുന്നിൽ മസാല ദോശയാണ്.
നമ്മൾ കറക്റ്റ് ബസ് വന്നു. എന്ത് ചെയ്യാനാ, പോകുന്നില്ല. താൽക്കാലിക ബസ് ഫുഡൊക്കെ കഴിച്ചപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയത് അത്രയ്ക്ക് വലിയ സുഖമില്ലായിരുന്നു. ഏത് കുറച്ച് ചബ്ബിയായിട്ടുണ്ട് ഗൈസ്. നോക്കൂ, ആക്ച്വലി ഗൈസ് ഞങ്ങളിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ബസ് വരാൻ ഇവിടെ ബസ്സൊന്നും കാണുന്നില്ല. ആൻഡ് അവിടെ 12 എത്തണം. ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടാവും, മൈക്ക് എടുക്കാൻ മടിയാണ്, അതുകൊണ്ടല്ലോ. എങ്ങോട്ടെന്നില്ല ഞങ്ങൾക്ക് യാത്ര അല്ലേടി. തിരുവല്ലയിൽ ഇറങ്ങി ഇപ്പൊ നമ്മൾ എന്താ തിരിച്ച് എങ്ങോട്ട് പോകുന്നു, കൃത്യമായ ഒരു പ്ലാനോ അല്ലെങ്കിൽ വ്യക്തമായ ഒന്നും ഞങ്ങൾക്കില്ല. എങ്ങോട്ടേക്കോ പോവുകയാണ്. എങ്ങനെയും അവിടെ ചെന്നാൽ മതിയേ ഉള്ളൂ. ഒരു വഴിയില്ലാതെ ഞങ്ങളിതാ ടാക്സിക്ക് പോവാണ് അല്ലേ. ഇങ്ങനെ പോയ സമയത്ത് നമ്മളവിടെ എത്തത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടാക്സിക്ക് പോകുന്നത്. കൂൾ. എവിടെ നോക്കൂ നിങ്ങൾ, കാണുന്നില്ല. സോറി, ടാറ്റ മോട്ടോഴ്സ്. ഏതു എക്സൈറ്റഡ്. അങ്ങോട്ട് മാറി നിൽക്കുന്നു. ഓക്കെ, എന്തൊരു ചൂടായിരുന്നു അറിയോ. ഞാൻ വരണോ ഇനി? നമ്മളൊരു ഫീഡ്ബാക്കിന് പോകുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് മീൻസ് എനിക്ക് വേറൊരു സന്തോഷങ്ങൾ പറയാനുണ്ട്. ഗൈസ് ഞങ്ങളങ്ങനെ ഓച്ചർ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഉണക്കാൻ റെഡി. അതെ, എനിക്ക് നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ തിന്നാതിരിക്കാൻ വേണ്ടി വല്ല കക്കെല്ലാം വന്നാലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒക്കെ മൂടിയിട്ടേക്കുന്നത്. ഇനി അവിടെ കുറേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. പട്ടി ഇവിടെ കിടക്കുന്നു കണ്ടോ. കുറേ നാളായി ഗൈസ് നമ്മളിവിടെ വന്നിട്ട്. ഓക്കെ, ബാക്കി തന്നെയാവും. ഇനി നമ്മൾ കുറച്ച് പർച്ചേസിങ് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഇവിടുത്തെ ഓടി വരണം. ആമമോതിരം ആഗ്രഹമുള്ളതാണ്. നോക്കട്ടെ ചേരുവോ. യെസ് ഗൈസ്, പെർഫെക്റ്റ്ലി. എടുത്തരാൻ ആളില്ലാത്തതുകൊണ്ട് 5, 6, 7 തീയതികൾ പരീക്ഷ മാറ്റി വെച്ചിരിക്കുന്നു. ഗായ്സ്, അപ്പം നമ്മളിനി വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് വല്യോളങ്ങര അമ്പലത്തിൽ പോവാണ്.
പൂജയൊക്കെ ചെയ്തതിനും റോസാപ്പൂവാണ് നല്ല പേരാണ്. പ്രസാദം കഴിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ വണ്ടിയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാം അത് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണ്. സോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.